എടാ ഇതൊരു അടിപൊളി പൊപ്പിളി കിടക്കാച്ച സാധനമാടാ. അപ്പോൾ തുടങ്ങല്ലേ. ആദ്യം ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ഹാങ്ങിങ് ആയിട്ട് കുറച്ച് തൂവലുകൾ കെട്ടിക്കൊടുക്കാം. കെട്ടുമ്പോൾ ഒരു 2-3 കെട്ടെങ്കിലും ഇട്ട് കൊടുത്തില്ലെങ്കിൽ തൂവലെല്ലാം കൂടി ഒരു കയ്യിലിരിക്കും. എന്തായാലും പണ്ടും കണ്ട കുറേ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപകാരമായി. അതുകൊണ്ട് ഈ തൂവൽ കെട്ടൽ എനിക്കൊരു ടാസ്കേ ആയിരുന്നില്ല. പിന്നെ ഞാനിവിടെ ഇതുപോലെ 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള തൂവലിന്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എത്ര വേണോ ആവാം. ഈ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നില്ല ും പറയും പോലെ ഈ തൂവലിന്റെ എണ്ണം കൂടുമ്പോൾ ഇതിന്റെ ഭംഗിയും കൂടുവേ. എന്നിട്ട് ഇതുപോലെ ഇതിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് മുത്തും പവിഴങ്ങളും വെച്ച് കൊടുക്കുകയാണ്. പവിഴമൊന്നും ഇല്ലെങ്കിലും നമുക്കുള്ള കുറച്ച് ശംഖൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഞാൻ വാങ്ങിയതൊന്നും അല്ല കേട്ടോ, കുറേയൊക്കെ കടാപ്പുറത്ത് പോയപ്പോൾ പിറക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ബീച്ചിൽ പോകുമ്പോൾ കളിക്കാൻ മാത്രമല്ല ഇങ്ങനെ മറ്റ് ചില ഉപകാരങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതെല്ലാം ഒന്ന് ഫുള്ള് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാൻ റെഡിയല്ലേ? ഇതായിരുന്നു ഗൈസ് അതിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല ഗ്ലാമർ ആയിട്ടില്ലേ പുള്ളി? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഞാൻ ഇതിനു മുൻപ് ഇതുപോലെ ഉണ്ടാക്കിയ വേറൊരു ഐറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ വീണ്ടും കാണാം. ലവ് യു ആൻഡ് ബൈ.